മറ്റു വാർത്തയിലേക്ക്. ഗവർണർക്കെതിരായ സർക്കാരിന്റെ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ഗവർണർ നിയോഗിച്ച പുതിയ ചാൻസലർക്ക് നോട്ടീസ്. ഹർജിയിൽ വാദം കേൾക്കും. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, നിലവിലെ സർക്കാരിന്റെ ഹർജി ഹൈക്കോടതിയിൽ ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ. അതായത് KTUവിന്റെ താൽക്കാലിക VC-ആയി സർക്കാർ പട്ടികയിൽ നിന്നും മാത്രമേ VC-മാരെ നിയോഗിക്കാവൂ എന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഒരു വ്യക്തത വരുത്തിയിരുന്നു. പക്ഷെ അത് വകവയ്ക്കാതെ ഗവർണർ സാങ്കേതിക സർവകലാശാലയുടെ താൽക്കാലിക VC-ആയി ഡോക്ടർ K ശിവപ്രസാദിനെ നിയമിച്ച് ഇന്നലെ ഉത്തരവിറങ്ങിയിരുന്നു. അത് വലിയ വിവാദമാവുകയും ചെയ്തു. അത് ചോദ്യം ചെയ്താണ് സർക്കാർ ഹർജി നൽകിയത്. ആ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഡോക്ടർ K ശിവപ്രസാദ് ഉൾപ്പെടെയുള്ള എല്ലാ എതിർകക്ഷികൾക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതിൽ വാദം കേൾക്കാനും കോടതി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഈ സാങ്കേതിക സർവകലാശാലയുടെ നിയമപ്രകാരം, ആക്ട് പ്രകാരം താൽക്കാലിക VC നിയമനം സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്നാകണമെന്ന് കഴിഞ്ഞ ദിവസം കൂടി ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. മുൻപ് അങ്ങനെ ഒരു ഉത്തരവ് നിലനിൽക്കെ വ്യക്തത വരുത്തി കഴിഞ്ഞ ദിവസം കോടതിയിലെത്തി ഗവർണർ. അതിലും വ്യക്തത ഹൈക്കോടതി വരുത്തി. അത് മുൻ ഉത്തരവ് നിലനിൽക്കുന്നു, സർക്കാർ പട്ടികയിൽ നിന്ന് തന്നെ വേണം എന്നതായിരുന്നു ഉത്തരവ്. പക്ഷെ അത് പരിഗണിക്കാതെ, അത് അവഗണിച്ചുകൊണ്ട് തന്നെ, അത് വകവയ്ക്കാതെ ഗവർണർ KTU VC-ആയി ഡോക്ടർ K ശിവപ്രസാദിനെ നിയമിക്കേണ്ടത് അത് നിയമവിരുദ്ധമാണ്. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് ഈ താൽക്കാലിക VC നിയമനം നടത്തിയിരിക്കുന്നത് ഗവർണർ എന്നാണ് സർക്കാരിന്റെ പരാതി. ആ ഹർജിയാണ് കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും അടുത്ത ആഴ്ചത്തേക്ക് അത് പോസ്റ്റ് ചെയ്യും. അടുത്ത ആഴ്ച വാദം കേൾക്കാനാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്.